ഹായ് ഫ്രണ്ട്സ്, PSC ലേണിംഗ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂലൈ 18-ന് നടക്കാനിരിക്കുന്ന കമ്പനി ബോർഡ് LGS പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശീലന ക്ലാസ്സുകളാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് PSC പ്രീവിയസ് ഇയറിൽ നടത്തിയിട്ടുള്ള LGS ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. 13/2024 എന്ന ചോദ്യപേപ്പർ കോഡാണ് എടുത്തിട്ടുള്ളത്. ഇന്നത്തെ ഈ ചോദ്യപേപ്പറിൽ നിന്ന് 100 ചോദ്യങ്ങളും അതിനോടനുബന്ധിച്ച് PSC ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങൾ, അനുബന്ധ വസ്തുതകളുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മാത്സിൻ്റെ ചോദ്യങ്ങളൊക്കെ തന്നെ ചെയ്തു കൊടുത്താണ് നമ്മൾ ഉത്തരത്തിലേക്ക് വരുന്നത്. ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ മാത്സിൻ്റെ ഉത്തരം കണ്ടെത്താം എന്നുള്ള മാർഗം കൂടി നമ്മൾ നോക്കിപ്പോകുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്: കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആര്? കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആര്? 2024 ചോദ്യപേപ്പറാണ്, അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. അന്നത്തെ ആൻസർ കീ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ശ്രീ യു ഷറഫ് അലി. യു ഷറഫ് അലിയാണ് 2004 കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ്. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2026 മാർച്ച് മുതൽ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് VP സാനു ആണ്. VP സാനു ആണെന്ന് ഓർത്തിരിക്കുക. യു ഷറഫ് അലി രാജിവെച്ച ഒഴിവിലേക്കാണ് VP സാനുവിനെ നിയമിച്ചിരിക്കുന്നതെന്ന് കൂടി ഓർത്തിരിക്കുക. അടുത്തത് രണ്ടാമത്തെ ചോദ്യമാണ്: ചന്ദ്രയാൻ 3-ന്റെ ലാൻഡറിൻ്റെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ചന്ദ്രയാൻ 3-ന്റെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഷെയ്പ്പ്. ഓപ്ഷൻ ബി ഷെയ്പ്പ് ആണ് ഉത്തരം. ഷെയ്പ്പിൻ്റെ ഫുൾ ഫോം നോട്ട് ചെയ്ത് വെക്കുക. സ്പെക്ട്രോ പൊളാമെട്രി ഓഫ് ഹാബിറ്റേറ്റൽ പ്ലാനറ്റ് എർത്ത് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ചന്ദ്രയാൻ 3-ലെ പ്രൊപ്പഷൽ മോഡിലെ പേലോഡാണിതെന്ന് കൂടി ഓർത്തിരിക്കുക. അടുത്തത് മൂന്നാമത്തെ ചോദ്യം: 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഉത്തരം ഓപ്ഷൻ സി പി വത്സല. ഓപ്ഷൻ സി പി വത്സല. അടുത്തത് നാലാമത്തെ ചോദ്യം: 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി EMS നമ്പൂതിരിപ്പാട്. ഐക്യ കേരള രൂപീകരണത്തിന് അടിത്തറ പാകിയ പ്രധാന ഗ്രന്ഥങ്ങളിൽ ഒന്നാണിത്, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം. അടുത്തത് അഞ്ചാമത്തെ ചോദ്യമാണ്: 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏത്? 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി നിഴലുറങ്ങുന്ന വഴികൾ. ഓപ്ഷൻ സി നിഴലുറങ്ങുന്ന വഴികൾ. നിഴലുറങ്ങുന്ന വഴികൾ പെരുമ്പടം ശ്രീധരൻ്റെ കൃതിയാണ്. പാണ്ഡവപുരം, അടയാളങ്ങൾ എന്നിവ സേതുവിൻ്റെ പ്രശസ്ത കൃതികളാണ്. അടുത്തത് ആറാമത്തെ ചോദ്യം: ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഓഗസ്റ്റ് 23. ഉത്തരം ഓപ്ഷൻ ബി ഓഗസ്റ്റ് 23. ചന്ദ്രയാൻ 3-ന്റെ വിജയകരമായുള്ള ചന്ദ്രനിൽ കാലുകുത്തി ഇറങ്ങിയതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഈ ദിവസം തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഏഴാമത്തെ ചോദ്യം: വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം TK മാധവൻ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? TK മാധവനാണ്. അതുപോലെ തന്നെ K കേളപ്പൻ്റെ മറ്റൊരു പേരാണ് കേരള ഗാന്ധി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നതെന്ന് കൂടി ഓർത്തിരിക്കുക. എട്ടാമത്തെ ചോദ്യം: കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി സ്വാമി വിവേകാനന്ദൻ. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചതാരാണ്? സ്വാമി വിവേകാനന്ദനാണ്. 1892 കേരളം സന്ദർശിച്ചപ്പോഴാണ് ഇവിടുത്തെ ജാതീയമായ അനാചാരങ്ങൾ കണ്ട് അദ്ദേഹം ഇങ്ങനെ വിശേഷിപ്പിച്ചത്. ഒമ്പതാമത്തെ ചോദ്യം: തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെയും
അഴിമതികളുടെയും അനീതികളുടെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഓപ്ഷൻ ഡി വക്കം അബ്ദുൽ ഖാദർ മൗലവി. 1905 അഞ്ചുതെങ്ങിൽ നിന്ന് ഈ പത്രം ആരംഭിച്ചത്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയായിരുന്നു ഈ പത്രത്തിന്റെ എഡിറ്റർ. 10ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം? മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. ഇത് മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത്. 3ാമത്തേതാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് നമ്മൾ കറുപ്പിക്കേണ്ടത്. ബാക്കിയുള്ള 3 സാമൂഹിക പരിഷ്കർത്താവായിരുന്ന വൈകുണ്ഠസ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി അടുത്തത് 11ാമത്തെ ചോദ്യമാണ്. ശ്രദ്ധിക്കാം. ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഗോദാവരി. ഓപ്ഷൻ ഡി ഗോദാവരി. 1465 കിലോമീറ്റർ നീളമുള്ള ഈ നദിയെ ദക്ഷിണ ഗംഗ, വൃദ്ധഗംഗ എന്നിങ്ങനെയും അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രികമ്പകേശ്വറിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നതെന്ന് കൂടി ഓർത്തിരിക്കുക. 12ാമത്തെ ചോദ്യം, പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? 1. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. അടുത്തത് താരതമ്യേന വീതി കൂടുതൽ. ഇത് രണ്ടും പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകളാണ്. ഓപ്ഷൻ ബി ആണ് കറുപ്പിക്കേണ്ടത്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് കിഴക്കൻ തീരത്താണ്. അതുപോലെ തന്നെ പടിഞ്ഞാറൻ തീരസമതലം കിഴക്കൻ തീരസമതലത്തെ അപേക്ഷിച്ച് വീതി കുറഞ്ഞവയാണ്. അടുത്തത് 13ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം ഏതാണ്? ഉത്തരം 1853. ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം 1853 ഏപ്രിൽ 16 കറക്റ്റ് ഡേറ്റ്. ബോംബെ മുതൽ താനെ വരെയായിരുന്നു ആദ്യ ട്രെയിൻ ഓടിയത്. ഡൽഹൌസി പ്രഭുവാണ് ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. 14ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കടിപ്പാടം ഏതാണ്? ഉത്തരം സാറിയ. ജാർഖണ്ഡ് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ കൽക്കരിയുടെ തലസ്ഥാനമെന്നും ഇവിടം അറിയപ്പെടുന്നുണ്ട്. അടുത്തത് 15ാമത്തെ ചോദ്യം, 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്കുശാല. ഉത്തരം ഓപ്ഷൻ ബി ഹിന്ദുസ്ഥാൻ ലിമിറ്റഡ് റൂർക്കേല. ഹിന്ദുസ്ഥാൻ ലിമിറ്റഡ് റൂർക്കേല ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭിലായി, ബൊക്കാറോ എന്നിവ റഷ്യയുടെയും ദുർഗാപൂർ ബ്രിട്ടന്റെയും സഹായത്തോടെയാണ് നിർമ്മിച്ചത്. അടുത്തത് 16ാമത്തെ ചോദ്യം, കരിമ്പ് ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കരിമ്പ് ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നാണ് ഉത്തർപ്രദേശ് അറിയപ്പെടുന്നത്. 17ാമത്തെ ചോദ്യം, കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ സി ദേശീയ ജലപാത 3. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് ദേശീയ ജലപാതയിലാണ് ഉൾപ്പെടുന്നത്? ഉത്തരം ദേശീയ ജലപാത 3 ഉൾപ്പെടുന്നത്. 1993 ദേശീയ ജലപാതയായിട്ട് ഇതിനെ പ്രഖ്യാപിച്ചത്. 205 കിലോമീറ്റർ ആണ് ഇതിന്റെ ആകെ നീളം. 18ാമത്തെ ചോദ്യം, ഇന്ത്യയുമായി വടക്കു പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാൻ. ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയുമായി ഏറ്റവും കുറഞ്ഞ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. ഏകദേശം 106 കിലോമീറ്റർ ആണ് അതിർത്തി പങ്കിടുന്നത്. അടുത്തത് 19ാമത്തെ ചോദ്യം, യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ മഹാത്മാഗാന്ധി. ഓപ്ഷൻ എ മഹാത്മാഗാന്ധി. ഇനി ഹരിജൻ, നവജീവൻ എന്നിവയും ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങളാണെന്ന് ഓർത്തിരിക്കുക. 20ാമത്തെ ചോദ്യം, പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന്റെ സവിശേഷത അല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ശുഷ്കമായി കൊണ്ടിരിക്കുന്നു.
അടുത്തത് 21ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ സി, അനുച്ഛേദം 21A. അനുച്ഛേദം 21A 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണിത് കൂട്ടിച്ചേർത്തത്. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ്? ഭാഗം 4A. മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഗം 4A പ്രതിപാദിക്കുന്നത്. 1976 42 ഭേദഗതി പ്രകാരം സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശയിന്മേലാണ് മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയത്. 23ാമത്തെ ചോദ്യം. ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, രവീന്ദ്രനാഥ് ടാഗോർ. ഓപ്ഷൻ എ, രവീന്ദ്രനാഥ് ടാഗോർ 1911 ഡിസംബർ 27 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് ഇത് പാടിയത്. അടുത്തത് 24ാമത്തെ ചോദ്യം. ദേശീയ ഗീതമായ വന്ദേമാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വെച്ചായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ, കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനം. കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് പാടിയത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേമാതരം സ്വീകരിച്ചത്. അടുത്തത് 25ാമത്തെ ചോദ്യം. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്ര? ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്ര? ഓപ്ഷൻ ഡി 3:2. ഓപ്ഷൻ ഡി 3:2. പിങ്കളി വെങ്കയ്യാണ് ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. 26ാമത്തെ ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏതു വർഷത്തിൽ? ഉത്തരം ഓപ്ഷൻ സി, 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12 27ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏതു വർഷം? ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏതു വർഷമാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 12 ഒക്ടോബർ 2005. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 12 ഒക്ടോബർ 2005 കൂടി ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ഡൽഹിയിലെ മാനവ് അധികാർ ഭവനാണ്. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ഇനി വിവരാവകാശ നിയമം നിലവിൽ വന്നത് 12 ഒക്ടോബർ 2005 പറഞ്ഞു. വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത് 2005 ജൂൺ 15 ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം തമിഴ്നാടാണ്. 28ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 21. ഓപ്ഷൻ ഡി, അനുച്ഛേദം 21. ഭരണഘടനയുടെ 3ാം ഭാഗത്താണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുകൂടി ഓർത്തിരിക്കുക. 29ാമത്തെ ചോദ്യം. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിൽ നിന്നാണ് എഴുതിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ, ദേവനാഗരി. ഓപ്ഷൻ എ, ദേവനാഗരി. മുണ്ടക ഉപനിഷത്തിൽ നിന്നാണ് ഈ വാചകം സ്വീകരിച്ചിട്ടുള്ളത്. ഇത് സാരാനാഥിലെ അശോക സ്തംഭത്തിന് താഴെയാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. അടുത്തത് 30ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, കടുവ. ഓപ്ഷൻ ബി, കടുവയാണ് ഉത്തരം. 1972 വരെ സിംഹമായിരുന്നു ഇന്ത്യയുടെ ദേശീയ മൃഗം. 1973 പ്രൊജക്ട് ടൈഗർ ആരംഭിച്ചത് എന്നുകൂടി ഓർത്തിരിക്കുക. 31ാമത്തെ ചോദ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ക്വിറ്റ് ഇന്ത്യ സമരം. ഓപ്ഷൻ സി, ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഉത്തരം. 1942 ഓഗസ്റ്റ് 8 ഈ സമരം ആരംഭിച്ചത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ഗാന്ധിജിയുടെ ഈ സമരത്തിലെ പ്രശസ്തമായ ആഹ്വാനമാണ്. 32ാമത്തെ ചോദ്യം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്രകലാപങ്ങളിലെ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, രാമൻ നമ്പി. ഓപ്ഷൻ എ, രാമൻ നമ്പി. 1812 വയനാട്ടിലാണ് കുറിച്യ കലാപം നടന്നത്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള കേരളത്തിലെ ആദ്യത്തെ കർഷക കലാപം കൂടിയാണിത്.
33-ാമത്തെ ചോദ്യം, ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, രാജാറാം മോഹൻ റോയ്. ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നുണ്ട്. മിറാത്ത് ഉൾ അക്ബർ പേർഷ്യൻ ഭാഷയിൽ, സംവാദ് കൗമുദി ബംഗാളി ഭാഷയിൽ, ഇവ രണ്ടും രാജാറാം മോഹൻ റോയിയുടെ പ്രധാനപ്പെട്ട പത്രങ്ങളാണ്. 34-ാമത്തെ ചോദ്യം, 2023 ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ബ്രസീൽ. ഓപ്ഷൻ ബി, ബ്രസീൽ. 2023 ഇന്ത്യ ആയിരുന്നു വേദിയായിരുന്നത്, അധ്യക്ഷ സ്ഥാനം വഹിച്ചിരുന്നത് ന്യൂഡൽഹിയിൽ. അതുപോലെ തന്നെ 2025 ദക്ഷിണാഫ്രിക്കയിലാണെന്ന് കൂടി ഓർത്തിരിക്കുക. 35-ാമത്തെ ചോദ്യം, അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച സർവകലാശാല ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, വിശ്വഭാരതി. ഓപ്ഷൻ എ, വിശ്വഭാരതി. 1912 പശ്ചിമ ബംഗാളിലെ ശാന്തിനികേതനിൽ വെച്ചിട്ടാണ് രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ചത്. ഇതിന് കേന്ദ്ര സർവകലാശാല പദവി ഉണ്ടെന്നുകൂടി ഓർത്തിരിക്കുക. 36-ാമത്തെ ചോദ്യം, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ സി, 1919. 1919 ഏപ്രിൽ 13 ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്നത്. അമൃതസറിൽ വെച്ചിട്ടായിരുന്നു. ജനറൽ ഡയർ ആണ് വെടിവെപ്പിന് ഉത്തരവിട്ടതെന്നുകൂടി ഓർത്തിരിക്കുക. 37-ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ചാ സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? ഉത്തരം ഓപ്ഷൻ ബി, ദാദാഭായി നവറോജി. ഓപ്ഷൻ ബി, ദാദാഭായി നവറോജി. തൻ്റെ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ എന്ന പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത്. അദ്ദേഹത്തെ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നാണ് അറിയപ്പെടുന്നത്. 38-ാമത്തെ ചോദ്യം, സാരേ ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. സാരേ ജഹാംസെ അച്ച എന്ന ഗാനം ആദ്യമായി ആലപിച്ചത് 1904 ഇദ്ദേഹം ഇൻകുലാബ് സിന്ദാബ എന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി കൂടിയാണ്. അടുത്തത് 39-ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തിക ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഫക്രാനങ്കൽ. ഓപ്ഷൻ ബി, ഫക്രാനങ്കൽ. സത്ലജ് നദിക്ക് കുറുകെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബഹുഉദ്ദേശ നദീതട പദ്ധതികളിൽ ഒന്നായിട്ടുള്ള ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിനെ ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രം എന്നാണ് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. 40-ാമത്തെ ചോദ്യം, ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന് ബ്രിട്ടീഷ് കരിനിയമത്തിന്റെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ എ, റൗലറ്റ് ആക്ട്. ഓപ്ഷൻ എ, റൗലറ്റ് ആക്ട്. 1919 നടപ്പിലാക്കിയ ഈ നിയമം കരിനിയമം എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനെ തുടർന്ന് നടന്ന പ്രതിഷേധങ്ങളിൽ ഒന്നാണ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ കലാശിച്ചത്. 41-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി, ഇടുക്കി. ഓപ്ഷൻ സി, ഇടുക്കി. അടുത്ത ചോദ്യം, രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി കായിക താരം ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, PT ഉഷ. ഓപ്ഷൻ ബി, PT ഉഷ. 2022 PT ഉഷയെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് എന്നുകൂടി ഓർത്തിരിക്കുക. 43-ാമത്തെ ചോദ്യം, കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഏത്? കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഏതാണ്? ഓപ്ഷൻ എ, 2017. 2017 ജൂൺ 17 കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു ഇതിന്റെ ഉദ്ഘാടനം വഹിച്ചത്. അടുത്തത് 44-ാമത്തെ ചോദ്യം, കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, പമ്പാർ. ഓപ്ഷൻ ബി, പമ്പാർ. കിഴക്കോട്ട് ഒഴുകുന്ന പ്രധാനപ്പെട്ട 3 നദികളാണുള്ളത്, കബനി, ഭവാനി, പമ്പാർ. ഇതിൽ പമ്പാർ ഇടുക്കി ജില്ലയിൽ കൂടിയാണ് ഒഴുകുന്നതെന്നുകൂടി ഓർത്തിരിക്കുക. 45-ാമത്തെ ചോദ്യം,
പൊന്നാനി തുറമുഖം ഏതു നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? ഉത്തരം ഓപ്ഷൻ സി ഭാരതപ്പുഴ. പൊന്നാനി തുറമുഖം ഏതു നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? ഉത്തരം ഓപ്ഷൻ സി ഭാരതപ്പുഴ. നിള എന്നറിയപ്പെടുന്ന ഭാരതപ്പുഴ കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ്. പൊന്നാനിയിൽ ഇതിനെ പടവിഞ്ഞാറക്കര അഴിമുഖത്താണ് ഇത് അറബിക്കടലിൽ ചേരുന്നതെന്ന് കൂടി ഓർത്തിരിക്കുക. 46-ാമത്തെ ചോദ്യം, 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത? ഉത്തരം ഓപ്ഷൻ ബി നഞ്ചിയമ്മ. ഓപ്ഷൻ ബി നഞ്ചിയമ്മ. 68-ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് നഞ്ചിയമ്മയ്ക്ക് ലഭിച്ചതെന്ന് കൂടി ഓർത്തിരിക്കുക. 47-ാമത്തെ ചോദ്യം, കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഇടുക്കി. ഓപ്ഷൻ ഡി ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണിത്. 1940-ലാണ് ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. മുതിരപ്പുഴയാറിലാണിത് സ്ഥിതി ചെയ്യുന്നത്. 48-ാമത്തെ ചോദ്യം, വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ഇരവികുളം. ഓപ്ഷൻ ഡി ഇരവികുളം ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള ആനമുടിയും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. 49-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ വേമ്പനാട്ടുകായൽ. ഓപ്ഷൻ എ വേമ്പനാട്ടുകായൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ കൂടിയാണിത്. ആലപ്പുഴ, എറണാകുളം, കോട്ടയം ജില്ലകളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഇതിനെ കൊച്ചി കായൽ എന്നും പുന്നമട കായൽ എന്നും വിളിക്കാറുണ്ട്. അടുത്തത് 50-ാമത്തെ ചോദ്യം, കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏതു താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര. ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര. തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്ത് സ്ഥിതി ചെയ്യുന്ന ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ മൾട്ടിപർപ്പസ് കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലാണെന്ന് കൂടി ഓർത്തിരിക്കുക. അടുത്തത് 51-ാമത്തെ ചോദ്യം, സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി അയ്യങ്കാളി. ഓപ്ഷൻ ഡി അയ്യങ്കാളി. 1907-ലാണ് മഹാത്മാ അയ്യങ്കാളി ഈ സംഘടന രൂപീകരിച്ചത്. അതുപോലെ തന്നെ ദളിതർക്കും വിദ്യാഭ്യാസ സാമൂഹിക നീതിക്കും ഒക്കെ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു സംഘത്തിന്റെ ഉദ്ദേശവും ലക്ഷ്യവും എന്ന് പറയുന്നത്. അടുത്തത് 52-ാമത്തെ ചോദ്യം, 1888-ൽ ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി അരുവിപ്പുറം. ഓപ്ഷൻ ബി അരുവിപ്പുറം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരനെ വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന സന്ദേശം ഗുരു ഇവിടെയാണ് കുറിച്ചത്. 53-ാമത്തെ ചോദ്യം, കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം? ഉത്തരം ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം. 1721-ലാണ് ആറ്റിങ്ങൽ കലാപം നടന്നതെന്ന് കൂടി ഓർത്തിരിക്കുക. 54-ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം? ഉത്തരം ഓപ്ഷൻ എ 1924. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924. 55-ാമത്തെ ചോദ്യം, ധീവര സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി അരയ സമാജം. ഓപ്ഷൻ സി അരയ സമാജം. 1907-ലാണ് അദ്ദേഹം അരയ സമാജം സ്ഥാപിച്ചത്. കേരളത്തിലെ ലിങ്കൺ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ജാതിക്കുമ്മി പണ്ഡിറ്റ് കറുപ്പന്റെ പ്രധാനപ്പെട്ട കൃതികളിലൊന്നാണ്. 56-ാമത്തെ ചോദ്യം, കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ബേപ്പൂര് മുതൽ തിരൂര് വരെയാണ്. 1861 മാർച്ച് 12-നാണ് ഈ പാത കമ്മീഷൻ ചെയ്തത്. ദക്ഷിണ റെയിൽവേയുടെ പരിധിയിൽ വരുന്നതാണിതെന്നുകൂടി ഓർക്കുക. 57-ാമത്തെ ചോദ്യം, പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി കെ കേളപ്പൻ. പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. കേരള ഗാന്ധി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പയ്യന്നൂരിനെ കേരളത്തിലെ രണ്ടാമത്തെ ബർദോളി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. 58-ാമത്തെ ചോദ്യം, കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ നെടുങ്ങാടി ബാങ്ക്. ഓപ്ഷൻ എ നെടുങ്ങാടി ബാങ്ക്. 1899-ലാണ് അപ്പു നെടുങ്ങാടി
ഇത് സ്ഥാപിച്ചതെന്ന് കൂടി ഓർത്തിരിക്കുക. കോഴിക്കോടാണ് ഇതിന്റെ ആസ്ഥാനം. 59-ാമത്തെ ചോദ്യം, 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ പാരീസ്. ഓപ്ഷൻ എ പാരീസ്. ഇത് 33-ാമത്തെ സമ്മർ ഒളിമ്പിക്സ് ആണ്. പാരീസ് നഗരം 3-ാം തവണയാണ് ഒളിമ്പിക്സിന് വേദിയാകുന്നത്. 60-ാമത്തെ ചോദ്യം, പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി VT ഭട്ടതിരിപ്പാട്. ഓപ്ഷൻ ഡി VT ഭട്ടതിരിപ്പാട്. അടുത്തത് 61-ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തു പല്ലിലെ ഇനാമലാണ്. ഇതിന്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ഏത്? ഈ ചോദ്യം PSC ക്യാൻസൽ ചെയ്താണ്. ഫൈനൽ ആൻസർ കീ പ്രകാരം ഇത് ഉത്തരം തന്നിട്ടില്ല. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 62-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. തെറ്റായ പ്രസ്താവന 4-ാമത്തെ പ്രസ്താവനയാണ്. മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം B എന്നതാണ് തെറ്റ്. ഓപ്ഷൻ B ആണ് ഇവിടെ കറുപ്പിക്കേണ്ടത്. 4 മാത്രമാണ് തെറ്റായ പ്രസ്താവന. മോണയുടെയും വായുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം C ആണെന്ന് ഓർത്തിരിക്കുക. ജീവകം C ആണ് നമുക്ക് ആവശ്യം. അടുത്തത് 63-ാമത്തെ ചോദ്യം, കേരളത്തിലെ അവിവാഹിതരായ മാതാപിതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ സ്നേഹസ്പർശം. ശ്രദ്ധിക്കുക, 64-ാമത്തെ ചോദ്യത്തിന് ഉത്തരം സ്നേഹസ്പർശമാണ്. കേരളത്തിലെ അവിവാഹിതരായ മാതാപിതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം. 64-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഇനി നമ്മൾ 63-ാമത്തെ ചോദ്യം വിട്ടുപോയി, ശ്രദ്ധിക്കാം. ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏതു രീതിയിലാണ്? ഉത്തരം ഓപ്ഷൻ ബി സമ്പർക്കത്തിലൂടെയാണ് പകരുന്നത് കുഷ്ഠം എന്ന രോഗം. അടുത്തത് 64-ന്റെ നമ്മൾ പറഞ്ഞു സ്നേഹസ്പർശമാണ് അതിന്റെ ഉത്തരം. ഇനി സ്നേഹപൂർവം എന്ന പദ്ധതി അനാഥരായിട്ടുള്ള കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സഹായ പദ്ധതിയാണെന്ന് ഓർത്തിരിക്കുക. 65-ാമത്തെ ചോദ്യം, രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത് പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടക്കുന്ന മനുഷ്യ ശരീരത്തിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ഡി മോണോസൈറ്റും ന്യൂട്രോഫിലും. മനുഷ്യ ശരീരത്തിലെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയാണ് ഫാഗോസൈറ്റോസിസ്. ഇതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശ്വേതരക്താണുക്കൾ ന്യൂട്രോഫിലാണ്. അടുത്തത് 66-ാമത്തെ ചോദ്യം, പയർ ചെടിയുടെ സങ്കര ഇനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഭാഗ്യലക്ഷ്മി. ലീല, ജ്യോതിക, കുരുത്തോല പയർ എന്നിവയും പയറിന്റെ ഇനങ്ങളാണ്. അനാമിക വെണ്ടയുടെയും ഹരിത മുളകിന്റെയും സങ്കര ഇനങ്ങളാണെന്ന് ഓർത്തിരിക്കുക. 67-ാമത്തെ ചോദ്യം, വനവിഭവം അല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി മണ്ണെണ്ണ. മണ്ണെണ്ണ ഒരു പെട്രോളിയം ഉൽപ്പന്നമാണ്. പശ, കോലരക്ക്, തേൻ എന്നിവ വനങ്ങളിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. അടുത്തത് 68-ാമത്തെ ചോദ്യം, അമ്ലമഴയ്ക്ക് കാരണമായ വാതകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ സൾഫർ ഡയോക്സൈഡ്. അമ്ലമഴയ്ക്ക് കാരണമായ വാതകം സൾഫർ ഡയോക്സൈഡ് ആണ്. 69-ാമത്തെ ചോദ്യം PSC ഫൈനൽ ആൻസർ കീ പ്രകാരം ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. അടുത്തത് നോക്കാം. 70-ാമത്തെ ചോദ്യമാണ്, ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്ര? ഉത്തരം ഓപ്ഷൻ എ 7. ശുദ്ധജലത്തിന്റെ pH മൂല്യം 7 ആണ്. pH മൂല്യം 7-ൽ കുറവാണെങ്കിൽ അത് ആസിഡായും 7-ൽ കൂടുതലാണെങ്കിൽ ആൽക്കലി ആയിട്ടാണ് കാണിക്കുന്നത്. മനുഷ്യ രക്തത്തിന്റെ pH ആണ് 7.4. 71-ാമത്തെ ചോദ്യം, ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? ഉത്തരം ഓപ്ഷൻ സി റൂദർഫോർഡ്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? റൂദർഫോർഡിന്റെയാണ്. JJ തോംസൺ പ്ലം പുഡിംഗ് മാതൃകയും ജോൺ ഡാൾട്ടൺ ആദ്യത്തെ ആറ്റോമിക സിദ്ധാന്തവും അവതരിപ്പിച്ചു. 72-ാമത്തെ ചോദ്യം,
കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? ഉത്തരം ഓപ്ഷൻ ഡി സിങ്ക്. ഓപ്ഷൻ ഡി സിങ്ക്. അലുമിനിയത്തിന്റെ പ്രധാന അയിര് ബോക്സൈറ്റും ഇരുമ്പിൻ്റെത് ഹേമറ്റൈറ്റുമാണ്. അടുത്തത് 73-ാമത്തെ ചോദ്യമാണ്. ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ പെടുന്നു? ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ 18-ാം ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്. 18-ാമത്തെ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്. ഹീലിയം, നിയോൺ, ആർഗൺ എന്നിവയാണ് ഈ ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട വാതകങ്ങൾ. ഇവ നിഷ്ക്രിയ വാതകങ്ങൾ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇവയെ നിഷ്ക്രിയ വാതകങ്ങളെന്നും അറിയപ്പെടുന്നുണ്ട്. 74-ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തതേത്? ഉത്തരം ഓപ്ഷൻ ഡി ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന്. ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ക്ലോറിൻ വാതകമാണ്. ജ്വലനത്തിനും ശ്വസനത്തിനും ഓക്സിജൻ ആവശ്യമാണ്. അടുത്തത് 75-ാമത്തെ ചോദ്യം. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി കാർമോയിസിൻ. ഓപ്ഷൻ ബി കാർമോയിസിൻ ആണ്. ടാർട്രാസിൻ മഞ്ഞ നിറത്തിനും ഇൻഡിഗോ കാർമൈസിൻ നീല നിറത്തിനുമാണ് ഉപയോഗിക്കുന്നത്. 76-ാമത്തെ ചോദ്യം. ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തിൽ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഭ്രമണചലനം. ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? ഭ്രമണചലനമാണ്. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നത് ഭ്രമണത്തിന് ഉദാഹരണമാണ്. 77-ാമത്തെ ചോദ്യം. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ രാകേഷ് ശർമ്മ. ഓപ്ഷൻ എ രാകേഷ് ശർമ്മ. 1984-ലായിരുന്നു ഇദ്ദേഹത്തിന്റെ യാത്ര. ബഹിരാകാശത്തെത്തിയ ആദ്യ മനുഷ്യൻ യൂറി ഗറാറിനാണ്. 78-ാമത്തെ ചോദ്യം. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി അപവർത്തനം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതും വെള്ളത്തിലിട്ട സ്കെയില് വളഞ്ഞിരിക്കുന്നതായി തോന്നുന്നതിനും കാരണം അപവർത്തനമാണ്. 79-ാമത്തെ ചോദ്യം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപപ്രക്ഷേപണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ബാഷ്പീകരണം. ചാലനം, സംവഹനം, വികിരണം എന്നിവ താപപ്രക്ഷേപത്തിന്റെ 3 പ്രധാനപ്പെട്ട രീതികളാണ്. 80-ാമത്തെ ചോദ്യം. പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഏത്? കാറ്റ്, തിരമാല. ഓപ്ഷൻ എ 1ഉം 2ഉമാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം. ഒരിക്കലും തീർന്നു പോകാത്തതും പ്രകൃതിദത്തവുമായ ഊർജ സ്രോതസ്സുകളെയാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ എന്ന് നമ്മൾ പറയുന്നത്. സൗരോർജം, കാറ്റ്, തിരമാല, ബയോഗ്യാസ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പെട്രോള്, കൽക്കരി എന്നിവ പാരമ്പര്യ ഊർജ സ്രോതസ്സുകളാണെന്ന് കൂടി ഓർത്തിരിക്കുക. നമ്മൾ ഉപയോഗിക്കും തോറും തീർന്നു വരുന്നവയാണ് പെട്രോള്, കൽക്കരി തുടങ്ങിയവയും. അടുത്തത് 81-ാമത്തെ ചോദ്യം നോക്കാം. 81-ാമത്തെ ചോദ്യം മുതൽ മാത്സിന്റെ ചോദ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. 81-ാമത്തെ ചോദ്യം ഇതാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒറ്റ സംഖ്യ അല്ലാത്തത് ഏത്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒറ്റ സംഖ്യ അല്ലാത്തത് ഏത്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 5 എന്ന അക്കത്തിൽ അവസാനിക്കുന്ന ഏത് സംഖ്യയും എത്ര തവണ ഗുണിച്ചാലും കിട്ടുന്ന ഉത്തരത്തിന്റെ അവസാന അക്കം എപ്പോഴും 5 തന്നെയായിരിക്കും. ഇവിടെ നോക്കിയേ, 15 എന്ന് പറയുന്നതിന്റെ പവറും 5 ആണ്. ഇതിൽ 5 എന്ന അക്കത്തിലാണ് ഓപ്ഷനിലുള്ള എല്ലാ സംഖ്യകളും അവസാനിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ പവർ എത്രയാന്ന് വെച്ചാലും അതിനെ നമ്മൾ എത്ര വട്ടം ഗുണിച്ചാലും അതിന്റെ അവസാനം കിട്ടുന്ന ഉത്തരം എപ്പോഴും 5 തന്നെയായിരിക്കും. 5ൽ അവസാനിക്കുന്ന സംഖ്യകൾ എത്ര വട്ടം ഗുണിച്ചാലും അതിന്റെ അവസാനത്തെ ഉത്തരം എന്ന് പറയുന്നത് 5 ആയിരിക്കും. 5 എന്ന് പറയുന്നത് ഒരൊറ്റ സംഖ്യയാണ്. ഇവിടെ ഉദാഹരണത്തിന് ഞാൻ 15⁵5 എന്ന് പറഞ്ഞ വാല്യൂ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 15നെ 5 പ്രാവശ്യം ഗുണിക്കുമ്പോൾ ഈ വാല്യൂ നമുക്ക് കിട്ടും. ഇതിന്റെ അവസാനം ശ്രദ്ധിച്ചേ, 5 ആണ് വന്നിരിക്കുന്നത്. അത് ഒറ്റ സംഖ്യയാണ്. പിന്നെ 15 × 15 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണെന്നറിയാം? 15 × 15 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 225 ആണ്. അതിന്റെ അവസാനത്തെ വാല്യൂ നിങ്ങൾ ശ്രദ്ധിച്ചേ, 5 ആയിട്ടാണ് വരുന്നത്. അങ്ങനെ 5 എന്ന അക്കത്തിൽ അവസാനിക്കുന്ന ഏത് സംഖ്യയെ എത്ര വട്ടം ഗുണിച്ചാലും നമുക്ക് അവസാനം എപ്പോഴും എന്തായിരിക്കും കിട്ടുന്നത്? 5 ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ ആൻസറിലേക്ക് എത്താൻ എളുപ്പ വഴിയാണ് പറയുന്നത്, ശ്രദ്ധിക്കുക. ഇവിടെ 15⁵5 + 5 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 15
1510 എന്ന് എഴുതാൻ പറ്റും. 1510 എന്ന് എഴുതാൻ പറ്റും അല്ലേ? അപ്പം ഈ സംഖ്യയുടെ അവസാനത്തെ അക്കം എന്താണ്? 0 ആണ്. 0 ഒരു ഒറ്റ സംഖ്യയല്ല, അവസാനം 0 ആയതുകൊണ്ട് ഇതൊരു ഇരട്ട സംഖ്യയാണെന്ന് ഓർത്തിരിക്കുക. അപ്പം തന്നിട്ടുള്ളതിൽ ഒറ്റ സംഖ്യ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം നമുക്ക് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അടുത്തത് 82ാമത്തെ ചോദ്യം നോക്കിക്കേ. 82ാമത്തെ ചോദ്യം, 154 സ്ക്വയറിന്റെ വില കണ്ടുപിടിക്കുന്നതിന് 153 സ്ക്വയറിന്റെ വിലയോട് എത്ര കൂട്ടണമെന്നാണ് ചോദ്യം. ഇവിടെ ഒരേ ഒരു നിയമമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ശ്രദ്ധിക്കേണ്ട നിയമം ഇതാണ്: തുടർച്ചയായ രണ്ട് സംഖ്യകളുടെ വർഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്നത് ആ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നതിന് തുല്യമായിരിക്കും. മനസ്സിലാക്കുക. തുടർച്ചയായ രണ്ട് സംഖ്യകൾ, അതായത് 154ന്റെയും 153ന്റെയും വർഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നതിന് തുല്യമായിരിക്കുമെന്നാണ്. അപ്പോൾ നമ്മളോട് ഇവിടെ അതിനുള്ള ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിച്ചാൽ മതി. അതിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 154 സ്ക്വയറിന്റെ വില കണ്ടുപിടിക്കുന്നതിന് 153 സ്ക്വയറിനോട് എത്ര അതിന്റെ വിലയോടെ എത്ര കൂട്ടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആയിട്ടാണ് വരുന്നത്. 153 + 154 ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. അടുത്ത ചോദ്യം, 83ാമത്തെ ചോദ്യം PSC ഫൈനൽ ആൻസർ കീ പ്രകാരം ക്യാൻസൽ ചെയ്താണ്. നമുക്ക് 84ാമത്തെ ചോദിക്കാം. 84ാമത്തെ ചോദ്യം നോക്കാം. 12 1/2% അതിന്റെ പകുതിയുടെ ദശാംശ രൂപം എഴുതുക. 12 1/2%ന്റെ പകുതിയുടെ ദശാംശ രൂപം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് 12.5 അല്ലെ? 12 1/2 എന്ന് പറയുന്നത് എത്ര? 12.5. അതിനെ നമുക്ക് 12.5 എന്ന് എഴുതാം. ഇതിന്റെ പകുതിയാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഈ 12.5ന്റെ പകുതി കാണാൻ എന്ത് ചെയ്യും? 12.5 ഭാഗം 2 നോക്കിയാൽ 6.25 കിട്ടും. ഇത്രയും മനസ്സിലായോ? ശ്രദ്ധിക്കുക. 12 1/2നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 12.5 എന്ന് എഴുതാൻ പറ്റും. ഇതിന്റെ ഈ 12.5ന്റെ പകുതിയുടെ ദശാംശ രൂപം. ഈ 12.5ന്റെ പകുതി കാണാൻ ഇതേ ഭാഗം 2 ചെയ്താൽ മതി. പകുതി കാണാൻ എത്ര കിട്ടും? 6.25 എന്ന് കിട്ടും. ഈ 6.25ന്റെ ശതമാനം എത്രയാണെന്ന് കാണുക. ദശാംശമാണെങ്കിൽ നമുക്ക് ശതമാനം കണ്ടുപിടിക്കണ്ടേ? ദശാംശ രൂപത്തിലേക്ക് മാറ്റണ്ടേ? അതിന് എന്ത് ചെയ്യണം? 6.25% എന്ന് പറയുന്നത് എന്താണ്? 6.25 ഡിവൈഡഡ് ബൈ 100 ആണ്. ഉത്തരം നമുക്ക് എത്ര കിട്ടും? ഉത്തരം നമുക്ക് കിട്ടുന്നത് 0.0625 എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ എ ഇവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഉത്തരം എളുപ്പം കിട്ടും. അടുത്ത 85ാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം. 9/0.9 ഇൻറ്റു 9/0.9. അതില് ഈ 9/0.9 എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ വാല്യൂ കിട്ടി 10. ഇതേ സെയിം വാല്യൂ ആണ് ഇപ്പുറത്തും. 10 × 10 100. ഓപ്ഷൻ സി 100 ആണ് ഉത്തരം കിട്ടുന്നത്. ഇനി 86ാമത്തെ ചോദ്യം നോക്കാം. തുടർച്ചയായ 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി 60 എങ്കിൽ അതിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏത്? വളരെ എളുപ്പമാണ്. 5 സംഖ്യകളുണ്ട്. 5 സംഖ്യകളാണ് തുടർച്ചയായിട്ടുള്ള 5 സംഖ്യകൾ. 5 ഇരട്ട സംഖ്യകളാണ്. അതിന്റെ ശരാശരി 60. ശരാശരി എന്ന് പറഞ്ഞാൽ മധ്യത്തിൽ വരുന്നതാണ് അല്ലെ? നമുക്കറിയാം 5 സംഖ്യകളിൽ മധ്യത്തിൽ 60 വന്നു. മധ്യത്തിൽ വരുന്നതാണ് ശരാശരി എന്ന് പറയുന്നത്. അതിലെ ഏറ്റവും ചെറിയ സംഖ്യ എത്രയെന്ന് ചോദിച്ചാൽ എത്രയാണ്? ഇരട്ട സംഖ്യകളാണ് 5 എണ്ണം. അപ്പൊ ഇവിടെ 58 വരും. ആദ്യത്തേത് 56 വരും. ശരിയല്ലേ? ഇത് 62 വരും, 64 വരും. ഇങ്ങനെയാണ് സംഖ്യകളുടെ കണക്ക്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതിലെ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 56 ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടും. അടുത്തത് നോക്കാം. 87ാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ഒരു കുട്ടിയുടെയും പിതാവിന്റെയും വയസ്സുകളുടെ തുക 156ഉം അംശബന്ധം 5:7 ആണ് എങ്കിൽ പിതാവിന്റെ വയസ്സ് കുട്ടിയുടെ വയസ്സിനേക്കാൾ എത്ര കൂടുതലാണ്? ഒരു കുട്ടിയുടെയും പിതാവിന്റെയും വയസ്സുകളുടെ തുക
156ഉം അംശബന്ധം 5:7 ആണ് എങ്കിൽ പിതാവിന്റെ വയസ്സ് കുട്ടിയുടെ വയസ്സിനേക്കാൾ എത്ര കൂടുതലാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കുട്ടിയുടെയും അച്ഛന്റെയും വയസ്സ് തമ്മിൽ കൂട്ടുമ്പോൾ തുക നമുക്ക് 156 കിട്ടും. അവരുടെ പ്രായത്തിന്റെ അംശബന്ധം എന്ന് പറയുന്നത് 5:7 ആണ്. അതായത് കുട്ടിയുടെ പ്രായം 5 ആണ്. കുട്ടിയുടെ പ്രായം എന്ന് പറയുന്നത് 5 ഭാഗമാണെങ്കിൽ അച്ഛന്റെ പ്രായം എന്ന് പറയുന്നത് 7 ഭാഗമാണ്. ഇനി ഇവിടെ നമ്മൾ കണ്ടെത്തേണ്ടത് അച്ഛന്റെ വയസ്സ് കുട്ടിയുടെ വയസ്സിനേക്കാൾ എത്ര കൂടുതലാണെന്ന്. അതായത് രണ്ടുപേരുടെയും വയസ്സുകളുടെ വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കാണാനായിട്ടുള്ള എളുപ്പമാർഗം എന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ എത്ര ഭാഗങ്ങളുണ്ടെന്നാണ് കണ്ടെത്തേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ആകെ പ്രായം തന്നിട്ടുണ്ട്, അംശബന്ധവും തന്നിട്ടുണ്ട്. ആകെ ഭാഗങ്ങൾ എത്രയാണ് എന്ന് കാണാനായിട്ട് ഈ അംശബന്ധങ്ങൾ തമ്മിൽ കൂട്ടുക. 5 + 7 12. അതായത് 12 ഭാഗങ്ങളാണ് ആകെ പ്രായമായ 156ന്റെ 12 ഭാഗങ്ങളുണ്ട്. ആകെ പ്രായം എന്ന് പറയുന്നത് 156. അപ്പം ഇതില് ഭാഗങ്ങൾ എന്ന് പറഞ്ഞ് 12 ഉണ്ട്. അപ്പൊ ഈ 12 ഭാഗങ്ങളാണ് ആകെ പ്രായമായ 156ൻ്റെത്. ഇനി ഇതിൽ നിന്ന് ഒരു ഭാഗത്തിന്റെ വില കണ്ടെത്തുക. അതായത് ആകെ പ്രായത്തെ ആകെ ഭാഗങ്ങൾ കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഒരു ഭാഗം കിട്ടും. അതായത് വയസ്സ് കിട്ടും. ഒരു എത്ര വയസ്സാണെന്ന് കിട്ടും. അതിനായിട്ട് 156നെ 12 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 13 എന്ന് കിട്ടും. ഒരു ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്? ഈ 13 ആണ്. ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ 13 ആണ്. ഇനിയാണ് നമ്മൾ പ്രായത്തിന്റെ വ്യത്യാസം കണ്ടെത്തേണ്ടത്. അതായത് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? രണ്ടുപേരുടെയും പ്രായങ്ങളുടെ വ്യത്യാസം എത്രയാണെന്നാണ് ചോദ്യം. അംശബന്ധങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 5:7 എന്നാ പറഞ്ഞത്. വ്യത്യാസം വരുമ്പോൾ 2. 7ൽ നിന്ന് 5 പോകുമ്പോൾ 2. അതായത് 2 ഭാഗം. അതായത് അച്ഛന് കുട്ടിയേക്കാൾ 2 ഭാഗം പ്രായം കൂടുതലുണ്ടെന്നാണ്. ഒരു ഭാഗം 13 ആയതുകൊണ്ട് 2 ഭാഗം എന്ന് പറയുന്നത് എത്രയാണ്? 13 × 2 26. ഓപ്ഷൻ ബി 26 ആണ് ഉത്തരം. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കുക. പറഞ്ഞു തന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം. വേറെ എളുപ്പമായ രീതിയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അടുത്ത ചോദ്യം 88ാമത്തെ ചോദ്യമാണ്. വീട്ടിൽ നിന്നും രാമു 3 km/h വേഗതയിൽ സഞ്ചരിച്ചാൽ സ്കൂളിലെത്താൻ 25 മിനിറ്റ് വൈകും. 4 km/h വേഗതയിൽ സഞ്ചരിച്ചാൽ 15 മിനിറ്റ് നേരത്തെ എത്തും. എങ്കിൽ രാമുവിന്റെ വീട്ടിൽ നിന്നും സ്കൂൾ എത്ര അകലെയാണ്? ഉത്തരം ഓപ്ഷൻ സി 8 കിലോമീറ്റർ. ഓപ്ഷൻ സി 8 കിലോമീറ്റർ. ചെയ്തു നോക്കുക. കിട്ടിയില്ലെങ്കിൽ ചോദിച്ചാൽ ചെയ്തു തരാം. അടുത്തത് 89ാമത്തെ ചോദ്യമാണ്. 5821 എത്ര നൂറുകളുണ്ട്? 5821 എത്ര നൂറുകളുണ്ടെന്നാണ് ചോദ്യം. വളരെ എളുപ്പമാണ്. 5821 ഭാഗം 100 നോക്കിയാൽ മതി. ഉത്തരം നമുക്ക് കിട്ടും. എത്ര കിട്ടും? 58.21 എന്ന് കിട്ടും. അതായത് പൂർണ്ണമായ 58 നൂറുകളാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ ഉത്തരം ഓപ്ഷൻ ഡി 58. ഓപ്ഷൻ ഡി 58. 90ാമത്തെ ചോദ്യം. 2500 രൂപ വിലയുള്ള ഒരു വാച്ച് 10% ഡിസ്കൗണ്ടിൽ അനുവദിച്ച് വിറ്റപ്പോൾ 20% ലാഭം കിട്ടി. എന്നാൽ വാങ്ങിയ വില എത്ര? ഇവിടെ പരസ്യ വില തന്നിട്ടുണ്ട്. എത്രയാണ്? 2500. ഡിസ്കൗണ്ട് 10% എന്ന് കിട്ടി. ഇതിൽ നിന്ന് വിൽപ്പന വില എങ്ങനെ കണ്ടുപിടിക്കും? 2500 മൈനസ് 250 എത്ര കിട്ടും? 2250 എന്ന് കിട്ടും. 2250 രൂപ എന്ന് കിട്ടും. ഇനി ലാഭം ഇവിടെ 20% പറഞ്ഞിട്ടുണ്ട്. ലാഭം 20% പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാങ്ങിയ വില കാണാൻ വിൽപ്പന വില ഇൻറ്റു 100/120. ഉത്തരം 1875 രൂപ. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 91ാമത്തെ ചോദ്യം. 5 മീറ്ററിന്റെ എത്ര ശതമാനമാണ് 75 സെന്റിമീറ്റർ? 5 മീറ്ററിന്റെ എത്ര ശതമാനമാണ് 75 സെന്റിമീറ്റർ? 5 മീറ്റർ എന്ന് പറഞ്ഞാൽ 500 സെന്റിമീറ്റർ ആണ് അല്ലെ? 5 മീറ്റർ എന്ന് പറഞ്ഞാൽ 500 സെന്റിമീറ്റർ. അതിന്റെ ശതമാനം എങ്ങനെ കാണും? 75 സെന്റിമീറ്റർ എത്ര ആണെന്നാണ് ചോദ്യം. അപ്പൊ 75/500 × 100. ഉത്തരം 15% എന്ന് കിട്ടും. ഓപ്ഷൻ സി 15%. ഓപ്ഷൻ സി. 92ാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം.
10 ആളുകളുടെ ശരാശരി വയസ്സ് 36. ഒരേ പ്രായമുള്ള 2 പേർ കൂടി ഇവരോട് ചേർന്നപ്പോൾ ശരാശരി വയസ്സ് 38 എന്നാൽ പുതിയതായി വന്നവരുടെ വയസ്സ് എത്രയെന്നാണ് ചോദ്യം. ഇതിൽ നമ്മൾ കണ്ടുപിടിക്കാൻ ഈസിയാണ്. ഇതുപോലെ കുറേ ചോദ്യങ്ങൾ നമ്മളിപ്പോൾ ചെയ്തു. ശ്രദ്ധിക്കേണ്ടത് ഇത്രേ ഉള്ളൂ. എത്ര ആളുകളാണ് ആദ്യം തന്നിരിക്കുന്നത്? 10 ആളുകളുടെ ശരാശരി വയസ്സ് 36. അപ്പോൾ അവരുടെ 10 പേരുടെ ആകെ പ്രായം എത്രയായിരിക്കും? 10 × 36 360. അതിനുശേഷം ഒരേ പ്രായമുള്ള 2 പേര് വന്നു. അപ്പൊ ആകെ എത്ര പേരായി? 10ന്റെ കൂടെ 2 പേരൂടെ വരുമ്പോൾ 12 പേരായി. അപ്പൊ അവരുടെ ശരാശരി വയസ്സ് 38. 12 പേരും ശരാശരി വയസ്സ് 38 ആണെങ്കിൽ അവരുടെ ആകെ പ്രായം എന്താ? 12 × 38 456 എന്ന് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് പുതുതായി വന്നവരുടെ വയസ്സ് എത്രയാണെന്നാ. 2 പേർക്കും സെയിം, പുതിയതായി വന്ന 2 പേർക്കും സെയിം വയസ്സാണെന്ന് പറഞ്ഞു, ഒരേ പ്രായമാണെന്ന് പറഞ്ഞു. അപ്പൊ പുതിയതായി വന്നവരുടെ ആകെ പ്രായം കാണാൻ വേണ്ടി 12 പേരുടെ ആകെ പ്രായത്തിൽ നിന്നും 10 പേരുടെ ആകെ പ്രായം കുറയ്ക്കുമ്പോൾ 96 കിട്ടും. അതിൽ നിന്ന് ഒരാളുടെ പ്രായം കാണാൻ 96/2 48. ഓപ്ഷൻ ഡി 48. അടുത്തത് 93ാമത്തെ ചോദ്യമാണ്. 32 - 1/5 മൈനസ് 27 - 2/3 എത്രയാണെന്നാണ് ചോദ്യം. ചെയ്യേണ്ട വിധം ഇവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ചെയ്തു നോക്കുക. കിട്ടിയില്ലെങ്കിൽ ചോദിക്കാം. ഉത്തരം നമുക്ക് വരുന്നത് ഓപ്ഷൻ ബി 7/18 ആണ്. 7/18 ആണ് ഉത്തരം വരുന്നത്. ചെയ്യേണ്ട വിധം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കി ചെയ്യാം. അടുത്തത് 94ാമത്തെ ചോദ്യം. എയ്ക്ക് കിട്ടുന്ന തുകയുടെ 4 മടങ്ങ് ബിക്ക് കിട്ടുന്ന തുകയുടെ 5 മടങ്ങിനേക്കാൾ 10 കൂടുതലാകത്തക്ക വിധത്തിൽ 124 രൂപ എയ്ക്കും ബിക്കും കൂടി വീതിച്ച് നൽകിയാൽ എയ്ക്ക് കിട്ടുന്നത് എത്ര? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ 70 ആണ്. ചെയ്തു നോക്കുക. ഈസിയാണ്. കിട്ടിയില്ലെങ്കിൽ ചോദിക്കാം, പറഞ്ഞു തരാം. അടുത്തത് 95ാമത്തെ ചോദ്യം നോക്കാം. ഒരു മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരാൾ 20 മീറ്റർ കിഴക്കോട്ടും അവിടെ നിന്ന് 20 മീറ്റർ തെക്കോട്ടും സഞ്ചരിക്കുന്നു. എന്നിട്ട് തിരിഞ്ഞ് 35 മീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് 10 മീറ്റർ വടക്കോട്ട് സഞ്ചരിച്ച് ഇപ്പോൾ ഒരു സ്ഥലത്തെത്തുന്നു. 5 മിനിറ്റ് വിശ്രമിച്ച ശേഷം 15 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. ഇപ്പോൾ അയാൾ തുടങ്ങിയ സ്ഥലത്ത് നിന്നും എത്ര അകലെയാണെന്നാണ് ചോദ്യം. ഇവിടെ ചോദ്യം എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം. മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരാൾ 20 മീറ്റർ കിഴക്കോട്ടും, ഇതാണ് മരം. മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്നയാൾ 20 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. 20 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. അവിടെ നിന്ന് 20 മീറ്റർ തെക്കോട്ടും 20 മീറ്റർ തെക്കോട്ട് വന്നു. പിന്നീട് സഞ്ചരിക്കുന്നു. എന്നിട്ട് തിരിഞ്ഞ് 35 മീറ്റർ പടിഞ്ഞാറോട്ട്, വീണ്ടും 35 മീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചു. അത് കഴിഞ്ഞ് 10 മീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചു. ഇപ്പോൾ ഒരു സ്ഥലത്തെത്തി. ഇവിടെ അവര് 5 മിനിറ്റ് വിശ്രമിച്ചതിന് ശേഷം 15 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. ഇപ്പോൾ അയാൾ തുടങ്ങിയ സ്ഥലത്ത് നിന്നും എത്ര അകലെയാണ്? ഈസിയാണ്. അതുകൊണ്ട് ഈ ദൂരം കണ്ടുപിടിച്ചാൽ മതി. ഈ ദൂരം കണ്ടുപിടിച്ചാൽ ഉത്തരം കിട്ടും. അപ്പൊ നമുക്ക് പകുതി കിട്ടി. 10 മീറ്റർ പകുതിയുണ്ട്. ബാക്കിയും കൂടെ നോക്കിയാൽ മതി. ഇത് ഫുൾ എന്ന് പറയുന്നത് 20 മീറ്റർ ആണ്. അതിന്റെ 10 സഞ്ചരിച്ചു, പിന്നെ വലത്തോട്ട് സഞ്ചരിച്ച് നിൽക്കുകയാണ്. പിന്നെ മുകളിലോട്ട് പോകാൻ 10ഉം കൂടെ അല്ലേ? അപ്പൊ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് എത്ര അകലെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി 10 മീറ്റർ ആണ് അകലം. 10 മീറ്റർ അകലത്തിലാണ് നിൽക്കുന്നത് അല്ലേ? കാരണം എന്താ? ഈ 10 മീറ്ററും ഈ 10 മീറ്ററൂടെ സഞ്ചരിച്ചാലേ ടോട്ടൽ 20 മീറ്റർ ഇവിടെ ആവത്തുള്ളൂ. അതുകൊണ്ടാണ് ഓപ്ഷൻ ഡി 10 എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് 96ാമത്തെ ചോദ്യം. 1/2 1/4 1/16 ഡാഷ് 1/65536 വിട്ടുപോയത് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 1/2 എന്ന് പറയുന്നത് ഇവിടെ സംഖ്യാശ്രേണി തന്നെയാണ്, ഭിന്നസംഖ്യകളാണ് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. എങ്കിലും സംഖ്യകൾ തമ്മിലുള്ള ബന്ധമാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. 1/2 എങ്ങനെ 1/4 ആയി? 1/2 ഹോൾ സ്ക്വയറിനെ നമുക്ക് എന്തെന്ന് എഴുതാം? 1/2 ഹോൾ സ്ക്വയറിനെ നമുക്ക് 1/4 എന്ന് എഴുതാം അല്ലേ? അപ്പം നോക്കിക്കേ, അടുത്തത് 1/16 എങ്ങനെ വന്നു? 1/4ന്റെ ഹോൾ സ്ക്വയറിനെ നമുക്ക് എന്തെന്ന് എഴുതാം? 1/16 എന്ന് എഴുതാം. ശരിയല്ലേ? അപ്പൊ അടുത്തത് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കേണ്ടത്? 1/16ന്റെ ഹോൾ സ്ക്വയർ. 1/16ന്റെ ഹോൾ സ്ക്വയർ എത്ര? 1/16ന്റെ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 1/4
256 ആണ്. 1/256. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അതായത് 1/2ന്റെ ഹോൾ സ്ക്വയർ ആണ് 1/4 എന്ന് പറയുന്നത്. 1/4ന്റെ ഹോൾ സ്ക്വയർ ആണ് 1/16. ഇനി 1/16ന്റെ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1/256 എന്ന് കിട്ടും. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 97ാമത്തെ ചോദ്യം. രാജു 10,000 രൂപ മുടക്കി ഒരു സ്കൂട്ടർ വാങ്ങി. 1000 രൂപ മുടക്കി പുതുക്കി പണിയുകയും 2500 രൂപ ചെലവാക്കി പെയിന്റ് അടിക്കുകയും ചെയ്തു. അയാൾക്ക് 20% ലാഭം കിട്ടണമെങ്കിൽ എത്ര തുകയ്ക്ക് വിൽക്കണം? ഇവിടെ രാജുവിന് ആദ്യം ആകെ എത്ര ചെലവുണ്ടായി എന്ന് നമ്മൾ നോക്കണം. ആകെ ചെലവ് എന്തൊക്കെയാണ്? വണ്ടി വാങ്ങിച്ചത് എത്ര രൂപ? 10,000 രൂപ. അപ്പൊ വാങ്ങിയ വില പ്ലസ് 1000 രൂപ മുടക്കി പണിതു, അത് പണികൂലി പ്ലസ്, പിന്നെ പെയിന്റ് അടിക്കാൻ 2500 രൂപ. അപ്പൊ ആകെ ചിലവ് എങ്ങനെ കാണും? വാങ്ങിയ വില പ്ലസ് പണികൂലി, പെയിന്റിങ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ, എല്ലാത്തിനും കൂടെ തുക കൂട്ടുമ്പോൾ എത്രയാണ്? 13,500 രൂപയാണ് രാജുവിന്റെ ആകെ ചെലവ്. ഈ 13,500 രൂപ രാജു മുടക്കി. ഇനി രാജുവിന് എത്ര കിട്ടണം? അത് വിൽക്കുക. അത്രയും മുടക്കി 13,500 രൂപ മുടക്കി സ്കൂട്ടർ പണിതെടുത്തു. എന്നിട്ട് അയാള് 20% ലാഭം അയാൾക്ക് കിട്ടിയിട്ട് വേണം അത് വിൽക്കാൻ. അപ്പൊ എത്ര രൂപയ്ക്ക് വിൽക്കണമെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ലാഭം എന്ന് പറയുന്നത് 20%, അതായത് 120 വരും. വിറ്റ വില എന്ന് പറയുന്നത് എത്ര? 13,500 ഇൻറ്റു 120 ഡിവൈഡഡ് ബൈ 100 എത്ര കിട്ടും? 16,200 എന്ന് കിട്ടും. ഓപ്ഷൻ എ 16,200 ആണ് ഉത്തരം. 98ാമത്തെ ചോദ്യം. ഒരു ഓട്ടക്കാരന്റെ വേഗത 15 സെക്കൻഡിൽ 150 മീറ്റർ ആണ് എങ്കിൽ അയാളുടെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണ്? ഒരു ഓട്ടക്കാരന്റെ വേഗത 15 സെക്കൻഡിൽ 150 മീറ്റർ ആണ് എങ്കിൽ അയാളുടെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണെന്നാണ് ചോദ്യം. വേഗത നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാം. എത്രയാണ്? ദൂരം ബൈ സമയം ചെയ്തു, വേഗത കിട്ടി. എത്ര കിട്ടി? 10 മീറ്റർ ബൈ സെക്കൻഡ് എന്ന് കിട്ടി. അത് എത്ര കിലോമീറ്റർ ആണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാനായിട്ട് 18/5 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 10 ഇൻറ്റു 18/5 എന്ന് പറയുന്നത് 36 കിലോമീറ്റർ പെർ അവർ. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 99ാമത്തെ ചോദ്യം. ഒരു ചതുരത്തിന്റെ നീളവും വീതിയും 20% വർദ്ധിപ്പിച്ചാൽ അതിന്റെ പരപ്പളവ് എത്ര ശതമാനം വർദ്ധിക്കുമെന്നാണ് ചോദ്യം. ഒരു ചതുരത്തിന്റെ നീളവും വീതിയും 20% വർദ്ധിപ്പിച്ചാൽ അതിന്റെ പരപ്പളവ് എത്ര ശതമാനം വർദ്ധിപ്പിക്കും? നീളവും വീതിയും 20% വർദ്ധിപ്പിച്ചാൽ പരപ്പളവിലെ മാറ്റം കണ്ടെത്താനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. x + y + xy ഡിവൈഡഡ് ബൈ 100. ഇത് ചെയ്യുമ്പം x എന്ന് പറയുന്നത് 20, y എന്ന് പറയുന്നതും 20. 20 ഇൻറ്റു 20 ചെയ്യുമ്പോൾ 40 + 40 44 എന്നാണ് ഉത്തരം കിട്ടുന്നത്. 44%. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് നോക്കാം. 100ാമത്തെ ചോദ്യം. ഷാജി, ഷാൻ എന്നിവർ കയ്യിലുള്ള തുക 4:5 എന്ന അംശബന്ധത്തിൽ വീതിച്ചു. എന്നാൽ ഈ തുക 4:3 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചാൽ ഷാനിന് 640 രൂപ കുറവാണ് കിട്ടുന്നത് എങ്കിൽ ഇവരുടെ കയ്യിലുള്ള തുക എത്രയാണ്? ഇവിടെ നമുക്ക് തുക അറിയത്തില്ല. അപ്പൊ നമുക്ക് തുകയ്ക്ക് x എന്ന വാല്യൂ എടുത്തു. അപ്പൊ ആദ്യം അവര് വീതം വെച്ചത് എങ്ങനെയാ? ആദ്യത്തെ വീതം വെപ്പിന്റെ അംശബന്ധം എന്ന് പറയുന്നത് 4:5 ആണ്. അപ്പൊ x എന്ന് പറയുന്ന തുക ആദ്യം വീതം വെച്ചത് 4:5 എന്നുള്ള അംശബന്ധത്തിലാണ്. അപ്പൊ നമുക്ക് ഷാനിന് എത്ര കിട്ടും? ഷാനിനൊപ്പം ആദ്യത്തെ വീതം വെപ്പിൽ എത്ര കിട്ടും? 5/9 x എന്ന് പറയുന്ന തുകയാണ് കിട്ടുന്നത്. എങ്ങനെയാണ് 9 കിട്ടിയതെന്ന് അറിയാമോ? ഈ 4ഉം 5ഉം കൂടെ കൂട്ടുമ്പോൾ 9 അല്ലേ? അപ്പം 5ല് 4 ഭാഗം ഷാജിക്കും, 5 9 ടോട്ടൽ 9 ഉണ്ട്. അതിൽ 4 ഭാഗം ഷാജിക്കും 5 ഭാഗം ഷാനിനും ലഭിക്കും ആദ്യത്തെ വീതം വെപ്പില്. അത് കഴിഞ്ഞ് പറഞ്ഞു രണ്ടാമത്തെ വീതം വെപ്പിന്റെ അംശബന്ധം എന്ന് പറയുന്നത് 4:3 ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ ഷാനിന് കിട്ടുന്ന എത്രയാണ്? 3/7x എന്ന് പറയുന്ന തുകയാണ്. ഇത് രണ്ടും കിട്ടി. ഇവ തമ്മിലുള്ള വ്യത്യാസം 640 രൂപയാണെന്നും പറഞ്ഞു. വ്യത്യാസം എന്ന് പറഞ്ഞാൽ അംശബന്ധത്തിൽ ഭാഗിക്കുമ്പോൾ 640 രൂപ കുറവാണ് ഷാനിന് ലഭിച്ചതെന്ന് പറഞ്ഞു. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ കിട്ടി. എത്രയാണ്? 5/9x മൈനസ് 3/7x എന്ന് പറയുന്നത് 640 ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താവും? 7×5 35x
9×3 27x ഡിവൈഡഡ് ബൈ 63 ഈസിക്കൽ ടു 640. അതിൽ നിന്ന് എങ്ങനെയാ 8x/63 എന്ന് പറയുന്നത് 640 ആകും. എക്സ് പുറത്തോട്ട് എടുക്കുമ്പം 640 × 63 ഡിവൈഡഡ് ബൈ 8 എന്ന് കിട്ടും. ഉത്തരം 5040 രൂപ. 5040 രൂപ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഈസി ആയിട്ട് കണ്ടുപിടിക്കേണ്ട ഒരു മെത്തേഡാണ് കൊടുത്തിരിക്കുന്നത്. നോക്കാം, ചെയ്തു നോക്കുക. കിട്ടിയില്ലെങ്കിൽ ചോദിക്കാം, പറഞ്ഞു തരാം. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ 13/2024 എന്ന ചോദ്യപേപ്പർ കോഡാണ് എടുത്തത്. 100 ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകളും പഠിച്ചു. മാത്സ് ഈസി ആയിട്ട് എളുപ്പത്തിൽ കണ്ടെത്തുന്ന വിധം കൂടി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായിട്ട് ഇടാം. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക്